MDMA കേസിലായ ആളുകൾ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെ നുണകളാണ് വി ഡി സതീശൻ ഇന്ന് നിരത്തിയത് എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നവകേരള സദസ്സിൽ മർദ്ദനമേറ്റപ്പോഴാണ് ആദ്യമായി വിളിച്ചത്. തിരുമ്മൽ കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി കണ്ടു എന്നതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. 2023 ഡിസംബറിലാണ്, ഡിസംബർ 10-നാണ് പെരുമ്പാവൂരിൽ നവകേരള സദസ്സ് നടന്നത്. ഈ തീയതിക്ക് മുൻപ് തന്നെ MDMAയുടെ 7 ജില്ലകളിലെ മൊത്ത കച്ചവടക്കാരനായ മുഹമ്മദ് ഹുസൈൻ ഈ പ്രതിയുമായി ഇപ്പോഴാണല്ലോ പ്രതിയാക്കപ്പെട്ടത്. വി ഡി സതീശനോടൊപ്പം എടുത്ത ചിത്രങ്ങൾ നമുക്ക് കാണാം. 21 മുതൽ 2023 ഒക്ടോബർ വരെ നിരവധി ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതെല്ലാം സദസ്സിന് മുമ്പുള്ള ചിത്രങ്ങളാണ്. സദസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മർദ്ദനമേറ്റതിന് ശേഷം കണ്ടത് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതായത് 2021 മുതൽ 2023 ഒക്ടോബർ വരെ നിരവധി ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പറയും. അത് ഡിസംബർ 10-നാണ് 2023 ഡിസംബർ 10-നാണ് പെരുമ്പാവൂർ നവകേരള സദസ്സ് എത്തിയത്. അതിനു മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പം നമ്മൾ കണ്ടത്. നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുത്ത് ഇടുന്നത് സ്വാഭാവികമല്ലേ എന്ന് ചില ചോദിക്കാം. സ്വാഭാവികമാണ്. കാരണം ഞങ്ങളൊക്കെ ട്രെയിനിൽ പോകുമ്പോഴും അതുപോലെ തന്നെ എവിടെ പോകുമ്പോഴും കാണുമ്പോൾ ഉടനെ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്ന നിലയൊക്കെ ഉണ്ട്. അത് സത്യമാണ്. എന്നാൽ എത്ര വേദികളിലുള്ള എത്രയെത്ര ഫോട്ടോകളാണ് വി ഡി സതീശനോടൊപ്പം ഈ മുഹമ്മദ് ഹുസൈൻ എന്ന പ്രതിയുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ കൃത്യമായ ചിത്രം കിട്ടും. പിന്നെ പറഞ്ഞത് 3-4 വട്ടം ഞാൻ അതിന് ശേഷം നവകേരള സദസ്സിന് ശേഷം 3-4 വട്ടം കണ്ടു എന്നത് സതീശൻ അവകാശപ്പെട്ടിട്ടുണ്ട്. 18-ലധികം ചിത്രങ്ങൾ, 1ഉം 2ഉം 10ഉം അല്ല. അത് ചിലതിൽ നിരവധി ചിത്രങ്ങൾ കൂടിയതാണ് ഒന്ന്. അങ്ങനെയുള്ള നിരവധി ചിത്രങ്ങൾ നമുക്ക് അതിനുശേഷം കാണാൻ കഴിയും. അതും കാണാം. ഇപ്പോൾ കൈലി മുണ്ടെല്ലാം കൊടുത്ത് വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ എടുത്ത ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത ഫോട്ടോ ഉണ്ട്. വി ഡി സതീശൻ്റെ ഓഫീസിലും വീട്ടിലും ജന്മദിനത്തിലും കോഴിക്കോട് നടത്തിയ വിരുന്നിലും ഒക്കെ പങ്കെടുത്ത ഫോട്ടോകൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് 3-4 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് ലളിതവരിക്കുന്ന നില ശരിയല്ല. പിന്നെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ല, എനിക്കങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടീം തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പ്രതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലും കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ മാത്രമാണുള്ളത്. നിരവധി പോസ്റ്റുകൾ ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇന്നലത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ പെരുമ്പാവൂരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഇതിലുണ്ട്.
കഴിഞ്ഞില്ലേ? അതിൽ മാതൃഭൂമിയിൽ ഞാൻ വായിക്കാം. KH മുഹമ്മദ് ഹുസൈൻ ടീം വി.ഡി. സതീശൻ എന്ന സോഷ്യൽ മീഡിയ പേജ് കോർഡിനേറ്ററും വി.ഡി. സതീശൻ്റെ അടുത്തയാൾ എന്ന പേരിൽ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ അറിയപ്പെടുന്നയാളുമാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ വേങ്ങോലയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ സതീശൻ മുഹമ്മദ് ഹുസൈൻ്റെ വീട് സന്ദർശിച്ചതോടെയാണ് നാട്ടിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ ഇയാൾ അറിയപ്പെട്ടത്. അതാണ് നേരത്തെ പറഞ്ഞത്. നാട്ടിലെ ആളുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനവിടെ പോയി എന്നാണ്. മാതൃഭൂമി പറയുന്നത് ഇയാൾ ഇങ്ങനെ ഉള്ളൊരു ബന്ധം ഉണ്ട് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായത് ആ വീട് സന്ദർശിച്ച സന്ദർഭത്തിലാണ് എന്നാണ്. അപ്പോൾ മാതൃഭൂമി വാർത്ത നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ എല്ലാവരുടെ കയ്യിലുള്ള. ഞാനത് കാണിക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ഇവിടെ കാണിക്കാം. അല്ല, വിശ്വസിക്കില്ലല്ല. ചിലതെല്ലാം ഉള്ള വസ്തുതയായിട്ട് പറയുമ്പോൾ നമ്മൾ കണ്ടത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എപ്പോൾ വിശ്വസിക്കാനും പറ്റുന്നവരല്ല. അതിൽ സംശയമൊന്നും വേണ്ട. ഞാൻ മാറിയിരിക്കുന്നു എന്നുള്ളതൊന്നുമല്ല. അതായത് മാതൃഭൂമിയും പത്രം പോലും എന്ന് പറഞ്ഞാൽ ശരിയായി. മാതൃഭൂമി പത്രം പോലും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ആധികാരികമാകുക മാതൃഭൂമി പോലെയുള്ള നിങ്ങൾ പറഞ്ഞ പത്രം പറയുന്നതാണ് എന്നർത്ഥം. തനിക്ക് സോഷ്യൽ മീഡിയ ടീം ഇല്ല എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഈ കേസിലെ പ്രതി തന്നെ കഴിഞ്ഞ 5 വർഷവും ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണെന്നും അറിയുന്ന ആളാണെന്നും സതീശൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ അവകാശപ്പെട്ടാൽ ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ് അദ്ദേഹം എന്തുകൊണ്ട് വിളിച്ച് അന്വേഷിക്കുന്നില്ല? സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് എങ്കിലും പറയാനുള്ള സാധാരണ മര്യാദ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നത് പ്രശ്നമാണ്. അപ്പോൾ ആ പോസ്റ്റ് ശരിക്ക് കാണാൻ കഴിയും. ഈ പ്രതിയുടെ ത്യാഗത്തെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കച്ചവടം നടത്തി പിടിക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടുത്ത് ഉള്ള ഒരാളാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനെ മറികണ്ഠം നടന്ന് വേറെ എന്തെങ്കിലും വിശദീകരിച്ച കാര്യമില്ലല്ലോ. കളവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കളവല്ലല്ലോ പറയേണ്ടത്, ജനങ്ങൾക്ക് വസ്തുതയല്ലേ അറിയേണ്ടത്. അപ്പോൾ ഈ പ്രതിയുടെ ത്യാഗങ്ങളെക്കുറിച്ച് പുകഴ്ത്തുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരള സദസ്സിൽ അടികൊണ്ട് ആളാണെന്നും തിരുമ്മൽ നടത്തി സുഖപ്പെട്ട ആളാണെന്നും ഒക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പോലീസ് ഇതിപ്പോൾ ഗൗരവപൂർവ്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് കൊടുക്കുന്നൊരു സന്ദേശം മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ ത്യാഗപൂർണം പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന വേറൊരു കാര്യം, ഇന്നിപ്പോൾ കാണുന്നത് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ നോഡൽ ഓഫീസറെ മാറ്റിയിരിക്കുന്നു. ഇതിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്. എന്നിട്ട് അതിനു പകരം പുതിയ ആളെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അടിയന്തര പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോഴാണ് ഈ പിടിച്ച ആൾ ഈ മാറ്റത്തിൻ്റെ പിന്നിൽ എന്ത് നിലപാടായിരിക്കും എടുത്തിട്ടുണ്ടാകുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തൂഫാൻ വളരെ വലിയ പദ്ധതിയായിട്ടാണല്ലോ ആഭ്യന്തര വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.